വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരള സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു ദശാബ്ദ കാലത്തെ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായി അതിൻ്റെ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്തു. ഇതുവരെ ഏതാണ്ട് 1000-ൽ പരം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 2024 ജൂലൈ 11-നാണ് ആദ്യത്തെ ഷിപ്പ് സാൻ ഫെർണാണ്ടോ അന്ന് പച്ചക്കൊടി കാണിച്ച് ഞങ്ങൾ സ്വീകരിച്ചത്. അതിന് ശേഷം നമ്മൾ കമ്മീഷൻ ചെയ്തതിന് ശേഷമുള്ള പൊതു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചതിലേറെ വൻ പുരോഗതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുണ്ടായത്. 1000-ൽ പരം ഷിപ്പുകൾ വന്നുപോയി എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ദുബൈയിലോ കൊളംബോയിലോ ഒന്നും വന്നെടുക്കാത്ത കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നെടുക്കുന്ന നമ്മൾ കണ്ടു. MSC ഐറീനയും MSC ടർക്കിയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ 399.9 മീറ്റർ നീളവും 64.4 മീറ്റർ വീതിയും 71 സംതിങ് ഗ്രാഫ്റ്റുമുള്ള കൂറ്റൻ ഷിപ്പുകളടക്കം വിഴിഞ്ഞത്ത് വന്ന് 1000-ൽ പരം ഷിപ്പുകൾ വന്നുപോയി. ഇപ്പോൾ ഈ തുറമുഖത്തിൻ്റെ വമ്പിച്ച പ്രാധാന്യം കണ്ടുകൊണ്ട് അദാനിയും അതുപോലെ തന്നെ MSC ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഉടമസ്ഥ സംഘത്തിൻ്റെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള കൂട്ടരാണ്, കുത്തകൽ കക്ഷികളാണ് MSC. ആ MSCയും ചേർന്ന് ഇപ്പോൾ പുതിയതായി വിഴിഞ്ഞത്തിൻ്റെ 49% ഷെയർ അദാനിയിൽ നിന്ന് MSCക്ക് കൈമാറാൻ പോകുന്നുവെന്ന് പത്രവാർത്ത വന്നു. ഇന്ന് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഗൗരവരൂപത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ആ കാര്യത്തിൽ വന്നതും നമ്മൾ കേട്ടു. രണ്ടും കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഇനിയും നമുക്ക് ദൂരീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളിൽ അടിസ്ഥാനമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തികരമായൊരു മറുപടിയല്ല നിയമസഭയിൽ വന്നത് എന്ന് നമ്മളെല്ലാം കേൾക്കാനിടവന്നു. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ 5.3 ക്ലോസ്. 5.3 ക്ലോസിൽ പറയുന്നത് ഈ തുറമുഖത്തിൻ്റെ ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും പൊതുമേഖലയ്ക്കോ സ്വകാര്യ മേഖലയ്ക്കോ മറ്റാർക്കെങ്കിലും നിക്ഷേപത്തിനോ ഓഹരിയോ കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ആ ക്ലോസിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നത്. ആ വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ 49% ഓഹരികൾ MSC വാങ്ങുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ എങ്ങനെ വന്നു? സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, മറുപടിക്കകത്ത് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലെന്ന് പറയുമ്പോൾ കണക്കുകൾ കൂട്ടാതെയും യഥാർത്ഥത്തിൽ പരിശോധിക്കുക എങ്ങനെയാണ് നഷ്ടം വരില്ല എന്ന് പറയുന്നത്? ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 3 കാര്യങ്ങൾ അതിനകത്ത് കാണണ്ടേ. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി അതിപ്രധാനമല്ലേ? പഹൽഗാം പോലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് ഉണ്ടായിക്കൂടെ? അതിനവസരമുണ്ടാക്കാവോ ഇത്തരം കുത്തകവൽക്കരണത്തിലൂടെ? 2, പ്രാദേശിക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഈ രംഗത്ത്? കൃത്യമായി ആ കാര്യത്തെ സംബന്ധിച്ചോളം വ്യക്തത വേണ്ടേ? 3, നമുക്ക് വരുന്ന ധനനഷ്ടം. അതോടൊപ്പം തന്നെ മറ്റ് കപ്പൽ കമ്പനികളൊന്നും ഇങ്ങോട്ട് വരാൻ, ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ തീരത്തേക്ക് വരാതിരിക്കാൻ ഇടവരുന്നതോടെയല്ലേ ഈ കുത്തകവൽക്കരണം? ഇങ്ങനെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് പഠനം നടത്താതെയും അത് സംബന്ധിച്ച് തീർക്കാതെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് കടന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എങ്ങനെ നഷ്ടം വരില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകാതെ വരുന്നു. അപ്പോൾ പരിശോധിച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങി ഒരു നാടകം കളിക്കലല്ലേ? ജനങ്ങളെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വിഡ്ഢികളാക്കുന്ന രൂപത്തിലേക്കല്ലേ അതിൻ്റെ മറുപടി വന്നിട്ടുള്ളത്? ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി അദാനിയുടെ പ്രതിനിധിയും അതുപോലെ NDAയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം ഇതൊക്കെയായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ദുരൂഹതകളേറെയാണ്. കാലക്കൂട്ടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടന്നിരുന്നുവെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മർമ്മപ്രധാനമായൊരു മേഖലയിൽ ഇത്തരമൊരു വലിയ രൂപത്തിലുള്ള പ്രോജക്റ്റ് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റായി
നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറി. അതുകൊണ്ടാണ് ഇത്രയേറെ ഷിപ്പുകൾ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ വന്നു പോകാൻ, ഇത്രയേറെ ബിസിനസ് നടക്കാൻ ഇടവന്ന സാഹചര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം വലിയ രൂപത്തിൽ വിദേശ കുത്തകൾ ഈ തുറമുഖത്തിന് മേലെ ഒരു വേതാള കഴുകനെ പോലെ വട്ടമിട്ട് മറക്കുകയാണ്. എങ്ങനെ ഇതിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടാം, ഇതെങ്ങനെ സ്വായത്തമാക്കാം, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺസെഷനുമായിട്ടുള്ള കരാറിൽ മറ്റൊരു ക്ലോസ് ഉണ്ടെന്ന് അവർ വേണമെങ്കിൽ വാദിക്കാം. അദാനിക്ക് വേണ്ടി വാദിക്കാവുന്നത് കൺസെഷൻ കരാർ അനുസരിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് 26% അതിൽ താഴെയോ ഓഹരികൾ വിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന വാദം ഉയർത്തിയാൽ പോലും അത് വിൽക്കണമെങ്കിൽ മുൻകൂട്ടി സംസ്ഥാന ഗവൺമെൻറ് അനുമതി വാങ്ങണമെന്ന ക്ലോസിനെ അവർക്ക് എങ്ങനെ മറികടക്കാൻ കഴിഞ്ഞു? അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ ഒരു അന്തർനാടകം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കാലകൂട്ടിയുള്ള ചില ചർച്ചകളും നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അല്ലാതെ മീഡിയകളെല്ലാം വെറുതെ എഴുതിയതാണോ? ഇത് മീഡിയയിൽ വന്നത് ഞങ്ങളാരും കൊടുത്തതല്ലല്ലോ. നിങ്ങളുടെ എല്ലാ മീഡിയകളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു 49% ഇത് MSC വാങ്ങിക്കൂട്ടാൻ പോകുന്നു, അല്ലെ കൂട്ടുന്നു. ഇത്തരം രൂപത്തിലേക്ക് വന്നതിൻ്റെ വാർത്തകൾ എല്ലാവരും വായിച്ചിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അറിഞ്ഞേയില്ല എന്ന രൂപത്തിലേക്കുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വാദം നിരർത്ഥകമാണ്. അതിനോട് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാവാത്ത ചില വാദങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഒരു നഷ്ടവും വരില്ല എന്ന് പറയണമെങ്കിൽ ഇത് സംബന്ധിച്ച് കാലേകൂട്ടി കാര്യങ്ങൾ പരിശോധിച്ചു എന്നല്ലേ. ആ പരിശോധന പൂർത്തിയാകണമെങ്കിൽ ഞാനീ സൂചിപ്പിച്ച സംസ്ഥാന ഗവൺമെൻറ് അനുമതി മാത്രം മതിയോ? നാഷണൽ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഇത് വേണ്ടേ? ദേശീയ സുരക്ഷയുടെ ഏറ്റവും ഗൗരവമേറിയ പ്രശ്നമില്ലേ? പഹൽഗാം പോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരു തരത്തിലും ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയിലേക്കും വരണ്ടേ? അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് സഭയെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അല്ലെങ്കിൽ പറഞ്ഞ വിശദീകരണം തൃപ്തികരമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ചോളം കൺസെഷനുമായി മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ഇത്തരമുള്ള ഓഹരിയുള്ള വിവരമോ പുതിയ നിക്ഷേപമോ അനുവദിക്കാവൂ എന്നുള്ള കാര്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അന്തർനാടകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം ഈ കാര്യം ഗൗരവത്തോടു കൂടി ഇന്ന് കാണുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ വസ്തുതാപരമാണെന്ന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും സർക്കാർ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ പ്രശ്നങ്ങൾ ഇതിൽ അവശേഷിക്കുന്നു എന്ന കാര്യം ഗൗരവപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്.